ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രം എന്ന നേട്ടം ബാഹുബലി കൺക്ലൂഷന്. ബാഹുബലി മറികടന്നത് 742 കോടി നേടിയ PK. ബാഹുബലി ഇതുവരെ നേടിയത് 792 കോടി. വിവരങ്ങളുമായി മനു M. മാടപ്പാട് ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് ഈ നേട്ടം? തീർച്ചയായിട്ടും സൗമ്യ, ഒരു വലിയ ചരിത്ര നേട്ടം ബാഹുബലി കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. വെറും 6 ദിവസം കൊണ്ട് 792 കോടി രൂപ കളക്ഷൻ നേടി. ഇന്ത്യൻ സിനിമയിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബാഹുബലി സ്വന്തം പേരിലാക്കിയിരിക്കുന്നു. 741 കോടി രൂപ കളക്ട് ചെയ്ത അമീർ ഖാന്റെ PKയുടെ കളക്ഷനാണ് ബാഹുബലി മറികടന്നിരിക്കുന്നത്. അത് ആ സിനിമയുടെ ഇതുവരെ ഓടിയ ദിവസം ഫുൾ എടുത്ത് നേടിയ കളക്ഷനായിരുന്നു 742 കോടി. എന്നാൽ ബാഹുബലി റിലീസ് ചെയ്ത് വെറും 6 ദിവസങ്ങൾക്കുള്ളിലാണ് 792 കോടി എന്ന വലിയ നേട്ടത്തിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത്. ചിത്രം ഇപ്പോഴും എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിൽ തന്നെ പ്രദർശനം തുടരുകയാണ്. 3 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 10ാം ദിവസം ചിത്രം 1000 കോടിയിലേക്ക് കടക്കുമെന്നാണ് ബോളിവുഡിലെയും ഒപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖ സിനിമയുമായി ബന്ധപ്പെട്ട ട്രേഡ് അനലിസ്റ്റുകൾ എല്ലാം പറയുന്നത്. ആദ്യ ദിനം തന്നെ 121 കോടി രൂപ കളക്ഷൻ നേടി റെക്കോർഡ് നേട്ടവുമായി കുതിപ്പ് തുടങ്ങിയ ബാഹുബലിക്ക് മുന്നിൽ ഇന്ത്യൻ സിനിമയിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും വഴിമാറും എന്ന കാര്യം ഉറപ്പായിരുന്നു. അത് എത്ര ദിവസം കൊണ്ടായിരുന്നു എന്ന ചോദ്യം മാത്രമായിരുന്നു അവശേഷിച്ചത്. അതിൽ ആദ്യ റെക്കോർഡ്, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡ് ഇപ്പോൾ മറികടന്നിരിക്കുന്നു. അത് ബോളിവുഡിനപ്പുറത്ത് നിന്ന് ഒരു പ്രാദേശിക ഭാഷയിലെ സിനിമയായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് റിലീസായിട്ടാണ് ബാഹുബലി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ മാത്രം 6500 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ലോകമെമ്പാടുമായി 9000 തിയേറ്ററുകളിലാണ് പ്രദർശനത്തിന് എത്തിയത്. അതിൽ വിവിധ പതിപ്പുകൾ, അതായത് ഹിന്ദി, തമിഴ്, കന്നഡം, തെലുങ്ക്, മലയാളം, ബംഗാളി അടക്കം വിവിധ ഭാഷകളിൽ ചിത്രം എത്തിയിരുന്നു. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം 6 ദിവസം കൊണ്ട് 375 കോടി രൂപ കളക്ട് ചെയ്തു. ഇതുവരെ ഒരു ബോളിവുഡ് ചിത്രം പോലും ഹിന്ദി മേഖലയിൽ നിന്ന് ഇത്രയും പൈസ ഇത്രയും ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ വസ്തുത. മറ്റൊന്ന്, ഇന്ത്യയിലെ എല്ലാ മേഖലയിൽ നിന്നുമായി ചിത്രം നേടിയത് 624 കോടി രൂപയാണ്. അതായത് നേരത്തെ ഇന്ത്യയിൽ നിന്ന് മൊത്തം 600 കോടി നേടിയ ഒരു ചിത്രം മാത്രമേ ഉള്ളായിരുന്നു. അത് PK ആയിരുന്നു. ആ റെക്കോർഡെല്ലാം ഇപ്പോൾ ബാഹുബലിക്ക് മുന്നിൽ വഴിമാറിയിരിക്കുന്നു. മറ്റ് ആഗോള തിയേറ്ററുകളിൽ, അതായത് ഓവർസീസ് റിലീസിൽ നിന്നാണ് ബാക്കി 168 കോടി രൂപ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ ലോക സിനിമയുടെ തന്നെ ഒരു ചരിത്ര നേട്ടത്തിലേക്കായിരിക്കും ഈ സിനിമ കുതിച്ചു കയറാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 1500 കോടി രൂപയാണ് ചിത്രത്തിൽ നിന്ന് വരുമാനം ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു ബാഹുബലി ടീമിന്റെ പ്രൊഡക്ഷൻ വിഭാഗം പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു പക്ഷേ ആ റെക്കോർഡുകളെയൊക്കെ മറികടക്കുന്ന ഒരു കാഴ്ചയായിരിക്കാം നിലവിൽ ഉണ്ടാകാൻ പോകുന്നെന്നാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ഈ ചിത്രം മറികടന്നു പോയിരിക്കുന്ന റെക്കോർഡുകൾ, അതായത് 742 കോടി നേടിയ PKയുടെ റെക്കോർഡ്, ഒപ്പം തന്നെ 718 കോടി നേടിയ ദംഗലിന്റെ റെക്കോർഡ്, ഒപ്പം 650 കോടി നേടിയ ബാഹുബലി ഫസ്റ്റ് പാർട്ടിന്റെ റെക്കോർഡ്, 605 കോടി നേടിയ ബജ്രംഗി ഭായ്ജാൻ റെക്കോർഡ്. അങ്ങനെ ഈ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ, ഒരു പ്രാദേശിക ഭാഷയിൽ നിന്നുള്ള ഈ സിനിമയ്ക്ക് മുന്നിൽ തകർന്നു പോയത് ബോളിവുഡിലെ ഇന്ത്യൻ സിനിമയുടെ അവസാന വാക്കെന്ന്, കച്ചവട സിനിമയുടെ അവസാന വാക്കെന്ന് പറയുന്ന ബോളിവുഡിലെ സിനിമയുടെ റെക്കോർഡുകൾ ആണ് എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം വലുതാണ് ബാഹുബലി എന്ന ചിത്രം കുറിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമ ഇനി ബാഹുബലിക്ക് ശേഷവും മുമ്പുമെന്ന് തീർച്ചയായിട്ടും മാറ്റി എഴുതപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കളക്ഷൻ റെക്കോർഡുകൾ എത്തിക്കുന്നു. വെറും 3 ദിവസത്തിനുള്ളിൽ, ഇനി 3 ദിവസത്തിനുള്ളിൽ ചിത്രം 1000 കോടിയിലേക്ക് കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 121 കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന ഇനീഷ്യൽ കളക്ഷൻ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അതും ഒരു റെക്കോർഡായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് ഓപ്പണിംഗ് ഡേ തുടങ്ങിയത്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഈ 100 കോടിക്ക് മുകളിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളയിടത്താണ് ബാഹുബലി അതിന്റെ ആ സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യത എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ത്യയിൽ 6500 തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിലെത്തി. ആ തിയേറ്ററുകളിലെല്ലാം ഇപ്പോഴും 98% ഹൗസ് ഓക്യുപ്പൻസിയോട് കൂടെ തന്നെയാണ് ബാഹുബലി പ്രദർശനം തുടരുന്നത്. ഒരു പക്ഷേ ഈ അവരുടെ സാധാരണ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന സൈറ്റായ ബുക്ക് മൈ ഷോയിലൊക്കെ 1 സെക്കൻഡിൽ 12 ടിക്കറ്റുകൾ വെച്ച് ബാഹുബലിക്ക് സെയിലായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റെക്കോർഡുകളുടെ ഏറ്റവും വലിയ ബഡ്ജറ്റിലെത്തി, ഏറ്റവും വലിയ കളക്ഷൻ അടക്കമുള്ള എല്ലാ റെക്കോർഡുകളും മറികടന്നുകൊണ്ട് ബാഹുബലി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കുതിക്കുമ്പോൾ അതിൽ അഭിനയിച്ച താരങ്ങളും ഒപ്പം തന്നെ SS രാജമൗലി എന്ന സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് തന്നെ വരുന്നൊരു കാഴ്ച കാണാൻ വേണ്ടി കഴിയുന്നു. നമ്മൾ കണ്ടതാണ് വ്യാപകമായി ഇന്ത്യൻ സിനിമ ഒന്നടങ്കം ബാഹുബലിയെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച.
80 കോടി രൂപയ്ക്കാണ് ഈ ചിത്രം ഹിന്ദി മേഖലയിൽ കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് വിതരണത്തിനെത്തിയത്. അവരുടെ കണക്കനുസരിച്ച് ഹിന്ദി മേഖലയിൽ നിന്ന് മാത്രം ചിത്രം 375 കോടി കളക്ട് ചെയ്തിരിക്കുന്നു. ബാക്കി ഉള്ള തുകയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒപ്പം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ബാഹുബലി കൺക്ലൂഷനിൽ ലഭിച്ചിരിക്കുന്നത്. സൗമ്യ, മനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രം എന്ന നേട്ടം ബാഹുബലി കൺക്ലൂഷന്. ബാഹുബലി മറികടന്നത് 742 കോടി നേടിയ PK ആണ്. ഇതുവരെ ബാഹുബലി നേടിയിട്ടുള്ളത് 792 കോടിയാണ്. മനു എം മാടപ്പാട്ടാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് തലപ്പത്ത് മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറങ്ങി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എങ്ങനെയാണ് മാറ്റങ്ങളുടെ വിവരം? സൗമ്യ, പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിയുമായാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ടോമിൻ ജെ തച്ചങ്കരിയെ, നിലവിൽ ടോമിൻ ജെ തച്ചങ്കരി ADGP കോസ്റ്റൽ പോലീസിന്റെ ADGP ആയിരുന്നു. അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്തിന്റെ ADGP ആയിട്ടാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൽറാം കുമാർ ഉപാധ്യായ, അദ്ദേഹം MD ആയിരുന്നു. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MD ആയിരുന്ന അദ്ദേഹത്തെ നിലവിൽ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തന്നെ IG ആയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. P. വിജയൻ, എറണാകുളം റേഞ്ച് IG ആയിട്ടുള്ള P. വിജയനെ മാറ്റിയിരിക്കുന്നത് കോസ്റ്റൽ പോലീസിന്റെ IG ആയിട്ടാണ്. ഒപ്പം തന്നെ ഷെഫീൻ അഹമ്മദ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, അഡ്മിനിസ്ട്രേഷന്റെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു. ഷെഫീൻ അഹമ്മദിനെ മാറ്റിയിരിക്കുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ AP ബറ്റാലിയന്റെ, ആംഡ് പോലീസ് ബറ്റാലിയന്റെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ കലിരാജ് മഹേഷ് കുമാർ IPS, അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത് പോലീസ് റെയിൽവേ പോലീസിന്റെ സൂപ്രണ്ടായിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത്. മുഹമ്മദ് ഷബീറിനെ മാറ്റിയിരിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് തലപ്പത്ത് മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറങ്ങി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവം നിർഭാഗ്യകരമാണെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ KM മാണി. കോട്ടയം DCCയുടെ അധിക്ഷേപത്തിനുള്ള മറുപടിയാണ് കോട്ടയത്തുണ്ടായതെന്നും മാണി വ്യക്തമാക്കി. പാർട്ടി നേതൃത്വം അറിഞ്ഞല്ല കാര്യങ്ങൾ നടന്നതെങ്കിലും ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നടന്ന സംഭവം നേതൃത്വം അറിഞ്ഞല്ല. കോട്ടയം DCC നിരന്തരം പാർട്ടിയെ അധിക്ഷേപിച്ചതിന്റെ തിരിച്ചടിയാണ്. തീരുമാനം പ്രാദേശിക തലത്തിൽ എടുത്തതാണ്. കോട്ടയം സംഭവത്തെ പുതിയ കൂട്ടുകെട്ടായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും KM മാണി പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലുണ്ടായത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. പക്ഷെ അതൊന്നും കേരള കോൺഗ്രസിൻ്റെ പാർട്ടി നേതൃത്വം എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഉണ്ടായതല്ല. അതായത് ഈ കോട്ടയം DCC കേരള കോൺഗ്രസിനെ അധിക്ഷേപിക്കുകയും നിരന്തരമായി ഇങ്ങനെ അധിക്ഷേപിച്ചും പരിഹസിച്ചും അവർക്കെല്ലാം വളരെ വേദന ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വിണിതഹൃദയരായിട്ടുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകർ പല സ്ഥലങ്ങളും വളരെ കഠിനമായ പ്രതികരണത്തിലേക്ക് അവർ നീങ്ങി. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രാദേശികമായി ഇവിടെയും സംഭവിച്ചത്. അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നും UDF-നൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചവരാണ് തങ്ങളുടെ സഹായം വേണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സഹായവും ആവശ്യമില്ല. പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ല. CPIM-മായി കൂട്ടുകൂടാത്തവർ ആരുമില്ല. AK ആന്റണി CPIM-മായി കൂട്ടുകൂടിയ ശേഷമാണ് താൻ അവർക്കൊപ്പം പോയത്. CPIM പണ്ട് ഉപദ്രവിച്ചതല്ലേ എന്നൊന്നും ചോദിച്ച് തങ്ങളെ ആരും ചൊടിപ്പിക്കേണ്ടതില്ലെന്നും KM മാണി പറഞ്ഞു. ആരുമായും അസ്പൃശ്യതയോ തൊട്ടുകൂടായ്മയോ ഇല്ലെന്നും KM മാണി പറഞ്ഞു. ഇടതുപക്ഷത്തെ തൊടുന്നത് അപരാധമായി കരുതുന്നുമില്ല. CPIക്ക് പണ്ടേ കേരള കോൺഗ്രസിനെ പേടിയാണ്. തങ്ങൾ LDF-ലേക്ക് ചെന്നാൽ CPIക്ക് ഇപ്പോഴുള്ള സൗകര്യം കുറയും. മുന്നണിയിൽ അവരുടെ വില കുറയും. അതാണ് അവരുടെ പേടിയെന്നും മാണി ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് ഒരു മുന്നണിക്കും അപേക്ഷ നൽകിയിട്ടില്ലെന്നും ആരുടെയും മുന്നിൽ തലകുനിക്കില്ലെന്നും മാണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് പുതിയ കൂട്ടുകെട്ടുകളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് PJ ജോസഫ്. കോട്ടയത്തെ സംഭവങ്ങൾ നിർഭാഗ്യകരമെന്നും പാർട്ടി ചർച്ച ചെയ്യുമെന്നും PJ ജോസഫ് പറഞ്ഞു. പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെപ്പറ്റി പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. പ്രാദേശിക തലങ്ങളിൽ UDF ഉണ്ടായിട്ടുള്ള ധാരണ തുടരണമെന്നാണ് ചരക്കൊന്നിലെ തീരുമാനം. അതിന് വ്യത്യസ്തമായി കോട്ടയത്ത് പ്രാദേശികമായ തീരുമാനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത് നിർഭാഗ്യകരമായി പോയി. ഇല്ല, ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ഇല്ല, ഇത് എതിർപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടില്ല. അതെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാണിയെയും മകനെയും കാത്തിരിക്കുന്നത് യൂദാസിന്റെ അനുഭവമെന്ന് MM ഹസൻ. രാഷ്ട്രീയ കേരളം ഇവർക്ക് മാപ്പ് നൽകില്ലെന്നും UDF-ന്റെ ഭാഗമായി നിന്ന് ജനപ്രതിനിധികളായ ഇവർ ഇനി ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർഹതയുണ്ടോ എന്നും ഹസൻ ചോദിച്ചു. യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ അനുഭവം നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു.
കേരള രാഷ്ട്രീയത്തിൽ ഈ വഞ്ചനയ്ക്ക് കർത്താവിനെ ഒറ്റുകൊടുത്തത് 30 വെള്ളിക്കാശിനാണെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിനെ വഞ്ചിച്ച KM മാണി സാറിനും അദ്ദേഹത്തിൻ്റെ മകനും കേരള രാഷ്ട്രീയത്തിൽ ജൂദാസിൻ്റെ അതേ അനുഭവം ഉണ്ടാവും. രാഷ്ട്രീയ ആത്മഹത്യ അവർ നടത്തേണ്ടി വരും. KM മാണി മാത്രമല്ല, KM മാണിയും UDFിൻ്റെ ഭാഗമായി വിജയിച്ചവരാണ്. അവർ കോൺഗ്രസിനെയും UDFിനെയും വഞ്ചിച്ചിട്ട് ഇനി ആ ജനവിധിയുമായി മുമ്പോട്ട് നീങ്ങുന്നത് രാഷ്ട്രീയമായ ഒരു അധാർമികതയാണ്, സദാചാരമില്ലായ്മയാണ്. കോൺഗ്രസ് നേതാക്കൾ മാണിയുടെ പിറകെ നടന്നതിന്റെ തിക്തഫലമാണ് കോട്ടയം സംഭവമെന്ന് JDU സംസ്ഥാന നേതാവ് ഷേഖ് പി ഹാരിസ്. പൊമ്പളയോരമേ സമരത്തെ പിന്തുണച്ച UDF തീരുമാനം തെറ്റാണെന്നും കൂടിയാലോചനയില്ലാതെ എടുത്ത തീരുമാനത്തിൽ UDFന് ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടായില്ലെന്നും ഷേഖ് പി ഹാരിസ് പറഞ്ഞു. കേരള കോൺഗ്രസ് CPM കൂട്ടുകെട്ട് അത് സൂചിപ്പിക്കുന്നത് കേരള കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പുറകെ നടന്നതിൻ്റെ തിരിച്ചടിയാണ്, തിക്തഫലമാണ് മാണിയിൽ നിന്ന് ലഭിച്ചതെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. UDFിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയപരമായ ഒരു നേട്ടവും ആ സമരത്തെ പിന്തുണയ്ക്കുക വഴി പെമ്പിള സമര പന്തലിൽ സന്ദർശിക്കുക വഴി ഒരു നേട്ടവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. KM മാണിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. മാണിയുടെ യാത്ര കാനാനിലേക്കോ നരകത്തിലേക്കോ എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലാണ് മാണിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മാണി ഗ്രൂപ്പിന്റെ നടപടി രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തതെന്നും ദേവദാസികളെ പോലെ ആരുടെ മുന്നിലും ആടാനും മാണി തയ്യാറാണെന്നും വീക്ഷണം പറയുന്നു. കേരള കോൺഗ്രസ് കോട്ടയത്ത് നൽകിയ പ്രഹരത്തിന്റെ നടുക്കത്തിൽ നിന്ന് കോൺഗ്രസ് ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നടപടി രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന മുഖപ്രസംഗത്തിലുടനീളം കേരള കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ദേവദാസിയെപ്പോലെ ആരുടെ മുൻപിലും ആടാനും പാടാനുമുള്ള മാണിയുടെ രാഷ്ട്രീയ അശ്ലീലത ആരെയും ലജ്ജിപ്പിക്കുന്നതാണ്. രാത്രികളും ശയ്യയും മാറി മാറി പങ്കിടുന്ന തൊഴിലിന്റെ പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. UDFിൽ നിന്നുകൊണ്ട് LDF സഹായത്തോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെത്താൻ മാണി നടത്തിയ വിഫല ശ്രമങ്ങൾ ആർക്കും മറക്കാനാകില്ല എന്ന വെളിപ്പെടുത്തലും മുഖപ്രസംഗത്തിലൂടെ കോൺഗ്രസ് നടത്തുന്നുണ്ട്. മാണിയെ UDF സഹിച്ചതുപോലെ മറ്റൊരു പാർട്ടിക്കും സഹിക്കേണ്ടി വന്നിട്ടില്ല. UDF അല്ലെങ്കിൽ LDF, അതുമല്ലെങ്കിൽ BJP എന്ന തത്വദീക്ഷയില്ലാത്ത നിലപാടാണ് മാണിയുടേത്. 35 വർഷം പുറത്ത UDFിനെ വിട്ട് മാണി പുറത്തു പോകുമ്പോൾ അയ്യോ അച്ഛാ പോകല്ലേ എന്ന കപട വിലാപം ചൊല്ലിയല്ല മാണിയെ UDF തടഞ്ഞത്, ആത്മാർത്ഥമായി തന്നെയാണ്. UDFിൽ മാണിക്ക് മാന്യതയുടെ പൂമുഖത്തുകൂടെ കടന്നുവരാം. LDFിലാണെങ്കിൽ അടുക്കളവാതിലിൻ്റെ സാക്ഷ നീക്കി ജാരനെപ്പോലെ പതുങ്ങിച്ചെല്ലാം എന്ന മാണിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കടുത്ത വേനലിൽ പാലക്കാട് ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന വന്യജീവികൾ കൃഷിനാശത്തിന് പുറമെ നാട്ടുകാരുടെ ജീവനും ഭീഷണിയാവുകയാണ്. ഇതിനെതിരെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരായ ശൈലജയെയും ഡോക്ടർ VK രാജനെയും തടവിൽ പാർപ്പിക്കാൻ വിജിലൻസ് കോടതി ഉത്തരവ്. ഇരുവർക്കും ICUയിൽ പാർപ്പിക്കേണ്ട ആരോഗ്യ പ്രശ്നമില്ല എന്ന് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്താണ് വിശദാംശങ്ങൾ? സൗമ്യ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും അതോടൊപ്പം തന്നെ മറ്റൊരു ഡോക്ടർക്കുമെതിരെ കഴിഞ്ഞ ദിവസം കോടതി അവരെ ശിക്ഷിച്ചിരുന്നത്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട ഈ ഡോക്ടർമാർ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. അവരുടെ ആരോഗ്യനില വഷളാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എന്നാൽ ഇത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, ICUയിൽ പ്രവേശിപ്പിക്കേണ്ട എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് രാവിലെ തന്നെ ഇന്ന് കോടതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ആരാഞ്ഞിരുന്നു. തുടർന്നാണ് ശ്രീചിത്ര മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരോട് ഇത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ടിലാണ് അത്തരത്തിൽ ICUയിൽ പ്രവേശിപ്പിക്കേണ്ട യാതൊരു പ്രശ്നങ്ങളും ഈ രണ്ട് പ്രതികൾക്കും ഇല്ല എന്ന് റിപ്പോർട്ട് നൽകിയത്.
ഇതിൽ പ്രധാനമായും മുൻ ആരോഗ്യ ഡയറക്ടറായിരുന്ന കെ ശൈലജ അവരെ അടിയന്തരമായി തന്നെ ജയിലിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശിച്ചു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള ഡോക്ടർ രാജനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ പോലീസിലേക്ക് മാറ്റാനുമാണ് നിലവിൽ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പ്രതിക്ക് ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടതുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിലെ തന്നെ പോലീസ് വാർഡിലേക്ക് മാറ്റാനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.